നമസ്കാരം മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പിന് ശേഷം വരുന്ന വീഡിയോ ആണ്. എനിക്ക് സുഖമില്ലായിരുന്നു, പനിയൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അതിനൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് മഞ്ചേട്ടൻ്റെ അപ്പച്ചി മരിച്ചുപോയി. അപ്പം 93 ഏജ് ആയിരുന്നു, എങ്കിലും അതിൻ്റെതായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി. വീഡിയോ ഇടാൻ സമയവും കിട്ടിയില്ല, ഒട്ടും സമയം കിട്ടിയില്ല. അപ്പം എന്താണെങ്കിലും നിങ്ങൾ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്തവരൊന്നും സബ്സ്ക്രിപ്ഷൻ കളയരുത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ പറയാൻ ഉദ്ദേശിച്ചു, ഇനിയും തുടങ്ങി ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വീഡിയോ ഇടണം എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വിചാരിച്ചാൽ ഞാൻ പറയട്ടെ. ഞാൻ സാധാരണ ഇതേപോലെ ചുരിദാറും ഷോളും അങ്ങനെയൊക്കെയാണ് എൻ്റെ കോസ്റ്റ്യൂം. സാധാരണ ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെസിൻഡ എന്ന് പറഞ്ഞ ഒരു ബൊട്ടീക്കിൽ പോയി അവിടെ നിന്നൊരു കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു. പക്ഷെ അതിൽ എൻ്റേതായിട്ടുള്ള കുറച്ച് മേക്ക് ഓവറൊക്കെ അതിൽ വരുത്തി ഞാനതിനെ എൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലറിൻ്റെ കൈ കൊടുത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത സംഭവം ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസമാണ് ഇത് കൊണ്ടു തന്നപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് കാണിക്കണം, എൻ്റെ വ്യൂവേഴ്സിനെയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ സാധാരണ നമ്മളിപ്പോൾ എൻ്റെയൊക്കെ ഏജിലായിട്ടുള്ളവർക്ക് സാധാരണ ചുരിദാർ അല്ലെങ്കിൽ വിത്ത് ഷോൾ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനത്തെ ഉള്ള ഡ്രസ്സല്ല. പിന്നെ ജീൻസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജീൻസ്. അപ്പം സാധാരണ ഞാൻ ജീൻസ് ഇടാറില്ല. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സുകളാണ് സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പുതിയൊരു കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കൂ, നിങ്ങൾക്കിത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല ഡ്രസ്സാണ്, പക്ഷെ നമുക്കൊരു മോഡേൺ ലുക്ക് തോന്നുകയും ചെയ്യും. ഇതൊരു ട്രഡീഷണൽ ലുക്ക് പോലല്ലേ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇതിന് പകരമായിട്ട് നമുക്കത് ഇടയ്ക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ നമ്മുടെ ബോഡി ഫുൾ കവറിങ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവർക്കും സുഖമാണോ? ഒരുപാട് നാളായി കണ്ടിട്ടും ഒക്കെ. അപ്പം എല്ലാവരുടെയും വിശേഷങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ഇന്നത്തെ ഈ വീഡിയോ, ഈ ഒരു കോസ്റ്റ്യൂം ഒരു 3 പീസ് സെറ്റാണ്. അപ്പം ഇതൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഈ ഒരു ഡ്രസ്സ് എന്ന് നിങ്ങളൊന്ന് പറയണം, കമൻറ്റിലൂടെ പറയണം. നല്ല എനിക്കത് അറിയാൻ പറ്റുള്ളൂ, എനിക്കത് ചേരുമോ ഇല്ലയോ എന്നൊന്ന് പറയണം. അടിപൊളിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല, വളരെ കംഫർട്ടബിൾ ആണ്. ഇത്രയും വരെ ഉള്ളായിരുന്നു ഇതിൻ്റെ ലെങ്ത്, ഈ ഇന്നറിലിടുന്ന ഈ ഒരു കോട്ടിന്. പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് അത്ര പോരാ, എനിക്ക് കുറച്ചുകൂടെ ലെങ്ത് വേണമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ലെങ്ത് കയറ്റി. അപ്പം ലെങ്ത് ഇട്ടിട്ട് നമ്മുടെ പാൻറ്റിൽ ജസ്റ്റ് ഒരു പാൻറ് പോലെയാണ് ഈ താഴെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ പാൻറ്റിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഈ ഒരു ഇന്നർ കോട്ട് ഇൻസേർട്ട് ചെയ്തിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതൊരു ഓവർ കോട്ടാണ്. അപ്പം ഇതിന് ഇതേ ബട്ടൺസ് ഉണ്ട്. അപ്പം ഇതിങ്ങനെ 3 ബട്ടൺസും വെച്ചിട്ട് നല്ല സുഖമാണ്, നല്ല കംഫർട്ടബിളാണ്. നമുക്ക് ഈ ഡ്രസ്സ് കംപ്ലീറ്റ് നമ്മുടെ ബോഡി കവർ ചെയ്യുകയും ചെയ്യും. എന്നാൽ നമുക്ക് നല്ല ഒരു ടെൻഷനും വേണ്ട, നല്ല ഫ്രീ ആയിട്ട് നമ്മൾ ചുരിദാറും വിത്ത് ഷോളൊക്കെ ഇടുന്നതിലും സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ വിചാരിച്ചു ഈ ഒരു ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. അപ്പം കുറച്ചുകൂടെ ഞാൻ വിചാരിച്ച അടുത്ത ഒരു മോഡൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറൊരു ഇന്നറിൽ വേറൊരു കളർ ഇട്ടിട്ട് അതിൻ്റെ കോമ്പിനേഷൻ കളറായിട്ട് ഞാൻ ഈ ഓവർ കോട്ട് ഇടും. അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എന്നെ പോലൊക്കെ ഉള്ളവർക്കാണെങ്കിലും നോ പ്രോബ്ലം, നല്ല സൂപ്പറായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒട്ടും ഒരു ഡിസ്കംഫർട്ടും ഇല്ല. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നമുക്കിത് ഇട്ടുകൊണ്ട് പോവാം. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഡ്രസ്സുകൾ എല്ലാവരും ഇടുന്നതൊക്കെ നല്ലതാണ്. നമ്മളെപ്പോഴും നമ്മൾ ഈ ചുരിദാർ വിത്ത് ഷോള് അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചുമ്മാ ടീഷർട്ടൊക്കെ ചിലർ ഇടുന്നത്, പക്ഷെ കുറച്ച് വണ്ണമുള്ളവർക്ക് ടീഷർട്ട് ഇടുമ്പം ഭയങ്കര ബോറായിട്ട് തോന്നും. അപ്പം ഇത് അതുമില്ല. ഇപ്പം ടീഷർട്ടിന്റെ ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ നല്ല സൂപ്പറായിട്ട് ഇടും. പിന്നെ ഇനി ഇതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മെറ്റീരിയലിനും ഈ സ്റ്റിച്ചിങ്ങിനും കൂടെ 2500 ആണ് എനിക്ക് ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ തോന്നുന്നു ഒരു അഫോർഡബിൾ ആണ്. കാര്യം മെറ്റീരിയലിന് ഞാൻ വേറെ പൈസയൊന്നും കൊടുത്തില്ല. അപ്പം മെറ്റീരിയലും ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജും കൂടെ രണ്ടും കൂടെ എനിക്ക് 2500 ആണ് ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാനതിന് മറുപടി പറയാം. പക്ഷെ ഞാൻ പറയണേ, നമ്മുടെയൊക്കെ ഏജ് ആയിട്ടുള്ളതൊരു 40s-ലും 50s-ലും ഒക്കെയാണ് നമ്മൾ പോകുന്നവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സ് വളരെ സ്യൂട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റയറാണ്. 'ഇത്. 'നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത്.
അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ വേറൊരു കണ്ടന്റുമായിട്ട് ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യാം. എനിക്ക് നാളെ കഴിഞ്ഞ് കാ ഫെസ്റ്റിവൽ വരുന്നുണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അതെന്താണെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാ ഫെസ്റ്റിവൽ കാണാൻ പോകണം. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് സംസാരിക്കണം. അതിൻ്റെ അകത്ത് പല കാര്യങ്ങളൊക്കെ വരുന്നതും ഒക്കെ. ഈ ഡ്രസ്സിൻ്റെ കൂടെ നല്ല മാച്ചിങ് ആണ് കൂളിംഗ് ഗ്ലാസ്. അപ്പം നോക്കൂ, സൂപ്പറായിട്ടില്ലേ? അപ്പം നിങ്ങൾ കമൻറ്റിലെല്ലാം പറയൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്ന് പറയൂ, ഈ ഡ്രസ്സുകൾ കൊള്ളാമോ എന്ന് പറയൂ. അപ്പോൾ എന്താണെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.